ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ ചെമ്മീൻ വെച്ചിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. 1/2 കിലോ ഇടത്തരം ചെമ്മീനും 1 കിലോ ജീരകശാല റൈസും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 സവാള കട്ട് ചെയ്തതിൽ നിന്നും 3 സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1/4 കപ്പ് ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് 3 സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ഓയിലിൽ തന്നെ ബാക്കി വന്ന 3 സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സവാള പകുതി വഴറ്റി വന്നപ്പാട് തന്നെ 4 തക്കാളി സ്ലൈസായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് പേസ്റ്റാക്കി എടുത്തതും 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ച് പേസ്റ്റാക്കി എടുത്തതും 12 പച്ചമുളകും ചേർത്ത് വഴറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റോളം നന്നായി ഉടഞ്ഞു വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈരും 1 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞതും 1/2 കപ്പ് പുതിനയിലയും ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്നും പകുതി സവാള ഈ മസാലയിലേക്കും ഇട്ടുകൊടുത്ത് എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ 1/2 കിലോ ഫുള്ളായിട്ട് മസാലയിൽ ഇട്ട് കൊടുക്കുന്നില്ല. പകുതി ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒരു സ്റ്റൈലായിട്ട് അലങ്കരിക്കാനായിട്ട് ലാസ്റ്റായിട്ട് ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം. ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴത്തേക്കും മസാല റെഡിയായി. റൈസ് ഉണ്ടാക്കാനായിട്ട് കട്ടിയുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ച് 1/4 കപ്പ് ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ഏലക്കായ, ഒരു 5-6 ഗ്രാമ്പു, 2 കറുവപ്പട്ട, 1 തക്കോലം, 1 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. 1 കിലോ ജീരകശാല റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് 2 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ വറ്റിക്കിട്ടാനായിട്ട് വറുത്തെടുക്കുന്നതാണ്. കൂടാതെ നല്ല റൈസായി കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കുമ്പം. ഇനി ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റൈസ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാരണം ഒട്ടും തന്നെ കട്ട പിടിക്കാതെ കിട്ടുകയും ചെയ്യും. ഇനി മൂടി വെച്ച് വെള്ളമൊക്കെ തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചെറിയ സിമ്മിൽ വെച്ച് വേണം റൈസ് വേവിച്ചെടുക്കാൻ. ചെറിയ സിമ്മിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടി നല്ല കുഴഞ്ഞു പോകാതെ നല്ല റൈസായി കിട്ടുകയും ചെയ്യും. ഇനി ദം ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. റൈസ് ഇതിൽ നിന്നും മാറ്റി പകുതി റൈസ് ഇതിൽ തന്നെ വെച്ച് ഇതിൽ തന്നെ ദം ചെയ്യാം. ഇനി മസാല ഇട്ട് കൊടുക്കാം. ആദ്യം റൈസ് ഇട്ട് കൊടുത്ത് മസാല ഇട്ട് കൊടുക്കാം. പിന്നെയും റൈസ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ വിതറി കൊടുക്കാം. ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് വെച്ച ഫ്രൈഡ് ഒനിയനും മല്ലിയിലയും ഇടയ്ക്കിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആദ്യം റൈസ്, പിന്നെ മസാല, പിന്നെ റൈസ്, പിന്നെയും മസാല ഇട്ട് കൊടുത്ത് ലാസ്റ്റ് റൈസ് വരുന്ന വിധത്തിൽ വേണം ദം ചെയ്തെടുക്കാൻ. ഇനി മേലയിലേക്ക് കുറച്ച് ഫ്രൈഡ് ഒനിയനും മല്ലിയിലയും ഫ്രൈ ചെയ്ത് വെച്ച പ്രൗൺസും ഇട്ട് കൊടുത്ത് 5 മിനിറ്റോളം നന്നായി മൂടി വെച്ച് ദം ചെയ്തെടുക്കാം. ചെറിയ ചെമ്മീനായതുകൊണ്ട് തന്നെ കൂടുതൽ ടേസ്റ്റി ആയിട്ട് ബിരിയാണി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.